ആശാവർക്കർമാർക്കും വിഷുക്കോടിയും വിഷുക്കൈനീട്ടവുമായി സിനിമാ താരം സുരേഷ് ഗോപി നാട്ടിക ബീച്ചിലെത്തി. ബി.ജെ.പി. നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ 600-ലധികം തൊഴിലാളികൾക്ക് വിഷുക്കോടിയും ശീലമാണ് വിഷുക്കൈനീട്ടം കൊടുക്കുന്നതെന്നും അതിന് രാഷ്ട്രീയ നിറം നൽകേണ്ടതില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അദാനിയുടെയോ അംബാനിയുടെയോ പണമല്ല, മറിച്ച് താൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു സമ്പാദിക്കുന്നതിന്റെ ഒരു വിഹിതമാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെ അർഹതപ്പെട്ടവർക്ക് നൽകുന്നതെന്നും ഇതിനെ വിമർശിക്കുന്നവരുടേത് ദുഷ്ടലാക്കാണെന്ന് ജനത്തിനറിയാമെന്നും അദ്ദേഹം പറഞ്ഞു. ഡ്രോയ്ക്കുള്ളിൽ പുസ്തകം വെച്ചിരുന്നിടത്ത് സൂക്ഷിച്ചു വെച്ചിരുന്ന പണമെടുത്ത് കൂട്ടിവെച്ചത് ഒരു അക്കൗണ്ട് തുറന്ന് ചെക്ക് ബുക്ക് വേണമെന്നുള്ളത് നിർബന്ധമായിരുന്നു. സേവിങ്സ് അക്കൗണ്ടിൽ കൂപ്പൺ മാത്രമാണുള്ളത്. അതിന് പകരം ചെക്ക് ബുക്ക് മേടിച്ച് അതിൽ ഒപ്പിട്ട് ശീലിച്ചു തുടങ്ങിയത് ഇന്ന് എൻ്റെ ജീവിതത്തിൽ എന്നെ എവിടെ എത്തിച്ചു എന്നുള്ളതുപോലെ ഇതേ കൈനീട്ടം വാങ്ങുന്ന ഇന്നത്തെ ന്യൂ ജനറേഷൻ കുഞ്ഞുങ്ങളെല്ലാം അതുപോലെ സ്വന്തം അക്കൗണ്ടും സ്വന്തം സമ്പാദനവും വലിയ വലിപ്പത്തിൽ വാങ്ങി ചെക്കുകൾ ഒപ്പിട്ട് ജീവിതത്തിന് മുന്നോട്ട് നയിക്കുന്നത് വഴി രാജ്യത്തെയും ലോകത്തെയും മുന്നോട്ട് കുതിക്കുന്നതിന് വേണ്ടിയുള്ള സംഭാവനകൾ നൽകുന്ന വ്യക്തികളായി, പൗരന്മാരായി, ലോക പൗരന്മാരായി വളരണേ എന്ന് പറയുന്ന പ്രാർത്ഥനയോടെയാണിത് നൽകുന്നത്. അത്രയും വലിയ ഒരു പൊരുൾ ഈ ഒരു പ്രവർത്തനത്തിനുണ്ട്. അത് ഞാൻ ഇവിടെയും ചെയ്യുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ നേരുന്നു. ഒരുപാട് സ്നേഹം. ഇത് ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരൊക്കെ പറയുന്നുണ്ട് അടുത്ത വർഷം ഇത് നടക്കില്ല എന്ന്. ശരിയാണ്, അടുത്ത വർഷം ഇത് നടക്കില്ല. കാരണം ഈ സമയത്ത് ഇലക്ഷനാണ്. നമുക്ക് ഇലക്ഷൻ അതിന്റെ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പൈസ പോലും ആർക്കും കൈമാറാനൊക്കത്തില്ല. പിന്നെ പറയുന്നുണ്ട് ഇതെല്ലാം അദാനിയും അംബാനിയും ഒക്കെ കൊടുക്കുന്നതാണ്. തൽക്കാലം എന്തായാലും നിന്നെയൊക്കെ പോലെ അത്രയും ഗതികേടൊന്നും എനിക്ക് പിടിച്ചിട്ടില്ല. വല്ലവന്റെയും എടുത്ത് തിന്നേണ്ട ഗതികേട് വന്നിട്ടില്ല. നല്ല അന്തസ്സായിട്ട് പണിയെടുത്ത് നട്ടല്ലുകൊണ്ട് 64-ാമത്തെ വയസ്സിൽ കുന്തം മറിഞ്ഞ് ജയരാജിന്റെ സിനിമയിൽ 4 ഫൈറ്റാണ്. ഈ പ്രായത്തിൽ അത് ചെയ്ത് അങ്ങനെ സമ്പാദിച്ചു കിട്ടുന്ന പണത്തിൽ നിന്ന് മാത്രമാണ് ഇതെല്ലാം എടുത്ത് ചെലവാക്കുന്നത്. അത് ഇൻകം ടാക്സ് കൊടുക്കുന്ന കണക്കിലുണ്ട്, ട്രസ്റ്റിന്റെ കണക്കിലുണ്ട്. ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം ഏത് അംബാനിയുടെയും മറ്റേ ബാനിയുടെയും ആണ് വന്നിട്ടുള്ളതെന്നൊക്കെ അവർക്ക് അന്വേഷിക്കാം, അല്ലേ? അപ്പോ നമ്മൾ ദൈവത്തെ വിചാരിച്ച് മാത്രം ദൈവത്തിൽ വിശ്വാസമൂന്നി നമ്മൾ മുന്നോട്ട് പോകും. ഇതൊന്നുമില്ലാത്ത ഗുണമില്ലാത്തവന്മാർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. പാരമ്പര്യ വേഷത്തിൽ മഹിളകൾ താലപ്പൊലിയും ആരതിയുമായാണ് ചടങ്ങിനെത്തിയ സുരേഷ് ഗോപിയെ വരവേറ്റത്. മത്സ്യപ്രവർത്തക സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി CR രാജേഷിന്റെ നേതൃത്വത്തിൽ മത്സ്യപ്രവർത്തക സംഘം പ്രതിനിധികൾ അദ്ദേഹത്തെ പൊന്നാട അണിയിച്ചു. +2 വിദ്യാർത്ഥിയായ ശ്രീഹരി മുരളി വരച്ച സുരേഷ് ഗോപിയുടെയും പത്നിയുടെയും ഛായാചിത്രം ചടങ്ങിൽ സമ്മാനിച്ചു. ബി.ജെ.പി. മണ്ഡലം പ്രസിഡന്റ് EP ഹരീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു.